സന്തോഷമായി ജീവിക്കുന്നതാണ് ഒരു അമ്മയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആണോ? നമുക്ക് കോടികളൊന്നും വേണ്ട, രോഗം വരരുത്, ആരോഗ്യം വരണം. അപ്പോൾ അത് ഒത്തിരി പേരുടെ പ്രാർത്ഥന കൊണ്ടേ നടക്കും. അതിലാണ് അതിൻ്റെ പ്രാധാന്യമെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ആ ഗുരുനാഥൻ്റെ അടുക്കലേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. ഈ ഭഗവാൻ അവരെ നമസ്കരിച്ച് പോയതിനു ശേഷം അവരുറങ്ങിയിട്ടില്ല. സത്യം, ഇത് പറഞ്ഞത് അബദ്ധമായി പോയോ, പോയി വല്ലോ ആപത്തും പറ്റിയതാണോ എന്നൊക്കെ ചിന്തിച്ച് അവരുറങ്ങാതെ, വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ ഇരുന്നപ്പോൾ ഉണ്ട് ദൂരെ നിന്ന് ഉച്ചയ്ക്ക് ഒരു 12:30 മണിയായപ്പോൾ കളിവർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് മോനും ഭഗവാനും എല്ലാവരും സമയം കൂടെ വരികയാണ്. അവർക്ക് ആശ്വാസമായി. അവർ ഓടിച്ചെന്നത് മോൻ്റെ അടുത്തോട്ടല്ല, ആ ഗുരുനാഥനും ഗുരുപത്നിയും ഭഗവാനെ കെട്ടിപ്പിടിച്ച് പുണർന്നു. ആ ഗുരുനാഥനോട് ചോദിച്ചു, ഇനിയും ഞാൻ എന്താണ് തരേണ്ടത് ഗുരുനാഥ? അപ്പോൾ ആ ഗുരു പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇത്തം ഗുരുപ്രീതി ചെയ്തവർ ആരുമേ ഈ ത്രിലോകത്തിങ്കൽ ഇല്ലെന്ന് നിർണയം. ഉത്തമന്മാരായി നിങ്ങൾ വിദ്യകൾ വർദ്ധിക്കും. അത് വായിക്കുമ്പോൾ കുട്ടികളുടെ പേരിൽ നിങ്ങൾ കൊടുത്ത രസീത് വിദ്യാഗോപാല മന്ത്രാർച്ചന, ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. വിദ്യ പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്നത് സരസ്വതി ദേവിയല്ലേ? പക്ഷേ ഗുരു അനുഗ്രഹിച്ച ഒരുത്തനെയാണ് വിദ്യയുടെ അധികാരിയായി പ്രകൃതി നിയോഗിച്ചത്. കന്നുകാലികളെ മേച്ചുകൊണ്ട് നടന്ന കുടുംബത്തിൽ പിറന്ന ആ കുട്ടി മാതാപിതാക്കളെ നമസ്കരിച്ച്, വളർത്തമ്മയെയും വളർത്തച്ഛനെയും നമസ്കരിച്ച്, ദുഷ്ടന്മാരോടൊന്നും കൂട്ടുകൂടാതെ ശിഷ്ടന്മാരോട് മാത്രം ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിദ്യയുടെ ഔന്നത്യത്തിലേക്കെത്തി. സരസ്വതി പോലും തൻ്റെ കയ്യിലിരിക്കുന്ന മാലയിൽ നാരായണ നാരായണ എന്നാണ് ജപിക്കുന്നതെന്ന് ദേവി ഭാഗവതം. ഒരു നാട്ടിൽ ഇത് നടക്കുമ്പോൾ 10 കുട്ടികൾക്കെങ്കിലും അതിൻ്റെ ഗുണമുണ്ടായില്ല. എന്തായാലും 3 ആൺകുട്ടികളെ ഈശ്വരൻ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പോലെ എഴുതിയിട്ടുണ്ട്. പെൺകുട്ടികൾ നന്നായി ജീവിച്ചാലും ഈ ആണുങ്ങൾ വഴിതെറ്റിപ്പോയാൽ എന്തോ പ്രയോജനമാണ്? പെൺകുട്ടികൾ നന്നായി ജീവിച്ചു. ഇപ്പോൾ ആൺപിള്ളേരേക്കാൾ കുഴപ്പമാണ് പെൺപിള്ളേരെന്നാണ് പുതിയ റിപ്പോർട്ട്. മദ്യപിക്കുന്നതും മയക്കുമരുന്നും രാത്രിയിൽ കുറേ തലയിൽ മറ്റേ കുന്തമൊക്കെ വെച്ച് പോയത് കണ്ടാൽ ആണാണോ പെണ്ണാണോ വേഷമെന്നാ പോലും അറിയില്ല. അതൊക്കെ അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോയി. അപ്പോൾ കുട്ടികൾ വഴിതെറ്റാതെ ജീവിക്കാനും അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും, വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, സാമാന്യ വിദ്യാഭ്യാസം, അവർ നല്ല നിലയിൽ ജീവിക്കുവാനുമുള്ള പ്രാർത്ഥനയാണ് ഭാഗവതം നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗം പൂർത്തീകരിക്കാം. ഭാഗവതം ചേച്ചി നോക്കിക്കോ. ദക്ഷരാം രാമകൃഷ്ണന്മാരതു നേരം ഗുരുദക്ഷിണ ചെയ്വതിനെന്തെന്നു ചൊല്ലുന്ന എന്നത് കേട്ട് പറഞ്ഞതാ ഗുരുനാഥൻ തന്നുടെ ഭാര്യയോടും നിരൂപിച്ചവന്. ദിവ്യ പുരുഷന്മാരിവരം ഉറച്ചിട്ട് ദിവ്യനാം ഗുരുനാഥൻ സന്ദീപനി പറഞ്ഞിടിനൻ. പണ്ട് പ്രഭാസ്യതീർത്ഥത്തിൽ കുളിക്കുമ്പോൾ എന്നോട് മകൻ തന്നെ ഞാൻ കണ്ടില്ല. ഇന്നിക കൊണ്ടുവന്ന് തന്നിതന്നാകിലോ ഇന്നിതിന്മീതേ മറ്റില്ലിങ്ങൊരാഗ്രഹം. അങ്ങനെ തന്നെ അന്നാശു മുകുന്ദനും തന്നുടെ ജ്യേഷ്ഠൻ ബലരാമനുമായി രഥമേറിപ്പോയി ചെന്ന സമുദ്രത്തിന്റെ തീരത്തിൽ നിന്നത് കണ്ടുവന്ന് വരുണൻ നമസ്കരിച്ചിടിനാൻ. അപ്പോൾ ഭഗവാൻ മുകുന്ദൻ അരുൾ ചെയ്തേതിത്തരം, എടാ വെള്ളത്തിന്റെ പതിയായ വരുണ, അപ്പിന്റെ പതേ, എൻ്റെ ഗുരുനാഥൻ സന്ദീപനിയുടെ മകനെ വൈകാതെ തന്നിട വേണമെന്നത് കേട്ടപ്പോൾ നിന്ന വരുണൻ പറഞ്ഞത് ആ വൃത്താന്തം. ഈ ജലം തന്നെ വസിക്കുന്നു നിത്യവും ദേവവിരോധിയായ പഞ്ചജനവൻ വഞ്ചിച്ചിതങ്ങയുടെ ഗുരുനാഥനെ തന്നെയും അഞ്ചാതെ ഗുരുപുത്രനെ കട്ടത് അവനല്ലോ. ആ മായാവി ശംഖിന്റെ രൂപം കൊണ്ട് വെള്ളത്തിലിരിക്കുന്നു. മായാപതേ കൃഷ്ണ, പരമാർത്ഥങ്ങളിത്തരം എന്നത് കേട്ടുടൻ ഭഗവാൻ വെള്ളത്തിൽ ചെന്നുടൻ ശംഖനെ കൊന്നിത് കൃഷ്ണനതു നേരം. ശംഖത്തിനുള്ളിൽ ഗുരുനാഥന്റെ മകനെ കണ്ടില്ല. ശംഖുമെടുത്ത് തിരിച്ചു പോന്നിടിനാൻ കേശവൻ. പഞ്ചജനദേഹ സംഭവ ശങ്കിഹ പഞ്ചജന്യം മതാമെന്നു ചൊല്ലുന്നിത.
പഞ്ചജന്യം ശ്രീകൃഷ്ണൻ വിളിച്ചു. ശ്രീകൃഷ്ണൻ അങ്ങനെ വിളിച്ചു. അഞ്ചിത ബലരാമനുമായി രഥത്തൂടെ പോയി കാലപുരം ബുക്ക നേരത്ത് നരകത്തിൽ കാലാജ്ഞയാ കിടന്നിടും ജനത്തിനും കാലം സുഖമായി വന്നിതു കൺകയാൽ കാലഭൃത്യന്മാർ ഭ്രമിച്ചിതതു നേരം കലശരൂപൻ നരകാരി തന്നുടെ ലീലകൾ ചിന്തിക്കുന്നവർക്കില്ല സങ്കടം. കലശരൂപൻ നരകാരി തന്നുടെ ലീലകൾ ചിന്തിക്കുന്നവർക്കില്ല സങ്കടം. ഘോരമാം ശംഖധ്വനി പൂരഘോഷേണ ഘോരമാം ശംഖധ്വനി പൂരഘോഷേണ ഘോരയമപുരി ഭഗവാൻ കീഴ്മേൽ മറിച്ചിത്. കാലനും വന്ന ഭഗവാനെ നമസ്കരിച്ചിട്ടുടനെ ചലവേ കാലൻ ഭഗവാനെ മാനിച്ച് പൂജിച്ചു നിന്നപ്പോൾ കാരുണ്യമൂർത്തി ഭഗവാൻ മുകുന്ദൻ യമധർമ്മനോട് അരുൾ ചെയ്തു. ധർമ്മരാജ, പരാജയന്റെ ഗുരുനാഥന്റെ മകനെ നൽകണി എന്നത് കേട്ട് ഗുരുനാഥന്റെ മകനെ പെട്ടെന്ന് നന്ദാത്മജന്മാർക്ക് യമധർമ്മൻ നൽകി പറഞ്ഞത്. നാരായണ കൃഷ്ണ, കൃപ കൊണ്ടിവണ്ണം ദുഷ്ടവർഗത്തെ ദുഷ്കൃതി ദണ്ഡങ്ങൾ ചെയ്യുന്നവരെ ഞാൻ സത്യസ്വരൂപ നിന്റെ കാരുണ്യം എന്നുള്ളിൽ നിത്യവും ഉണ്ടാക വേണം ജഗൽ പ്രഭോ. യമധർമ്മൻ ഈ വണ്ണം അപേക്ഷിച്ച നേരത്തെ സത്യസ്വരൂപൻ അനുഗ്രഹിച്ചു. അങ്ങനെ ചിത്തമോദേന ഗുരുനാഥന്റെ മകനെ കൊണ്ടങ്ങ് ഉത്തമന്മാർ യമലോകം വെടിഞ്ഞത്. ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും വന്ന ഗുരുനാഥന് താമസമിങ്ങി ഗുരുനാഥന്റെ മകനെ നൽകിയിട്ട് ഗുരുനാഥ ഇഷ്ടം ഇനി എന്താ പറയൂ എന്ന് കേട്ടുടൻ വലിയ സന്തോഷത്തോടെ ഗുരുനാഥൻ ഭഗവാനെ അനുഗ്രഹിച്ചു. ഇത്തരം ഇഷ്ടമാദീശൻ ശ്രീകൃഷ്ണ ഭഗവാനോട് സന്ദീപനി ഗുരുനാഥൻ ചൊല്ലിനൻ. കണ്ണാ കൃഷ്ണ, ഇങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ഗുരുനാഥൻ തന്നുള്ളിൽ ഓർത്തതെല്ലാം വരും നിർണയം. എത്രയും സന്തുഷ്ടനായി ഞാൻ. ഇനി നിങ്ങളും ഉത്തമന്മാരായി വിദ്യകൾ വർദ്ധിക്കും. യുദ്ധം ഗുരുപ്രീതി ചെയ്തവർ ആരുമേ മൂന്നു ലോകത്തിങ്കലുമില്ലെന്നു നിർണയം. നല്ലതുമേന്മേൽ വരുമിനി നിങ്ങൾക്ക് മംഗലന്മാർ മധുരയിലേക്ക് യാത്രയാകൂ എന്ന ഗുരുനാഥന്റെ വാക്യം കൈക്കൊണ്ട് അനുഗ്രഹവും വാങ്ങി സത്വരം ഉത്തമന്മാർ മധുരാപുരി പൊക്കിന രാമം മുകുന്ദൻ ജഗന്തു യദുകുലമാമോദമോട് സൽക്കാരവും ചെയ്തിന്. നഷ്ടപ്പെട്ട ധനം പണ്ട് കാണാതെ കാലം കഴിഞ്ഞപ്പോൾ കൈവന്നതുപോലെ സന്തുഷ്ടിയുമുണ്ടായി. യാദവകുലത്തിൽ പിറന്നവർക്കെല്ലാം സന്തോഷിച്ച് വളർന്നിത് മോദവും. യാദവ രാമകൃഷ്ണന്മാർ ഒരുമിച്ചെന്ന മോദമോട് വസിച്ചിതെല്ലാവരും കമദണ്ഡൻ വിലാസങ്ങൾ അത്യത്ഭുതം. വേദവ്യാസന്റെ മകനായ ശ്രീശുഖമണീന്ദ്രന്റെ വാക്കുകൾ കേട്ട് അതിചിത്ത വിശുദ്ധനായി സന്തോഷിച്ചു. പരീക്ഷിച്ചു മഹാരാജാവ് നാളെ പറഞ്ഞിടാം ശേഷം കഥ എന്ന മേളമോടെ വസിച്ചാൾ ശുഖപൈതൽ. ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സ്വദശംനകസംവാദേ ദശമസ്കന്ധം ഗുരുദക്ഷിണാന്തം സമ്പൂർണ്ണം. കുട്ടികൾ എഴുന്നേറ്റ് ഗുരുനാഥയുടെ പറഞ്ഞു